are the luckiest man. അടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിയുന്നോ? എന്താ വെച്ചാണ് കലർച്ച? മത്സ്യകന്യകയാണോ അത്? ഞങ്ങളുടെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്പെഷ്യാലിറ്റി എന്നിട്ട് വാട്ടർ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത് ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആണ് എന്റെ ആങ്ങളയുടെ നാത്തുവിന്റെ. അതെ, ഞങ്ങൾ തന്നെയാ. അതല്ലേ, ഞങ്ങൾക്ക് അഞ്ച് വർഷമായിട്ടുള്ളൂ. ഞങ്ങള് ഇപ്പോഴും ചിൽ യങ് ആണ്. ഇടയില് 2 മാത്രമേ ഉള്ളൂ. അത് ഞങ്ങള് ഫാഷൻ കളർ ചെയ്തതാ. ചില സമയത്ത് ടെൻഷൻ കൂടുമ്പോ ഞങ്ങളത് കളർ ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ആണ്. നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, കുറെ പരിപാടികൾ ഉണ്ട്. സ്പെഷ്യൽ കുച്ചിപ്പുടി വിത്ത് ഡാൻസിങ് വിത്ത് പാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ പിള്ളേരെ നല്ല ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരങ്ങനെയാണല്ലോ, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അതെ, ഇന്നത്തെ ദിവസം അതെ അവരൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ഇത് നീട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് മടുപ്പ് വരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളെല്ലാം കാണണം. അതേപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ ആണെന്ന്. അപ്പൊ ഇന്ന് ഇവിടുന്ന് തുടങ്ങും എല്ലാ കാര്യങ്ങളും അല്ലെ? യെസ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ലെ? വാ. പാമ്പിന്റെ തല ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ റൂമിൽ ഇത്ര നേരം ഒരു പാമ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. അല്ല ചൂനെ, പാമ്പുണ്ടായിരുന്നു തന്നെ. പാമ്പ് പിന്നെ ആരോഴെന്ന് ഇവിടെ ഉള്ളൊരു കണ്ട്. എന്നിട്ട് അമ്മ റൂമിൽ കണ്ടു ചോദിച്ചു, എന്റെ വിഷ്ണു നീ എങ്ങനെ ജീവിക്കുന്ന കല്ല് പറക്കറി. ഞാനാണ് ഗൈസ്, അതൊരു കൊണ്ണി നോക്കി ധൈര്യം എന്ന് പറയുന്നത്, അല്ലാണ്ട് നോണ പറയണല്ല ധൈര്യം എന്ന് പറയുന്നത്. ഇവിടെ അമ്മ ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു. അവിടെ ആ ഒരു ചീര ഒരു വെറൈറ്റി സാധനം പിടിച്ച പിന്നെ വിടില്ല ആ സാധനം. ഇത്ര ഉണ്ട് സാധനം. അത് വന്ന ആ കട്ടലേമ ബാദിന്റെ കട്ടലേമ ഇല്ല ഗൈസ്, അതിനെ പോയി തൊട്ട് അപ്പത്തേക്ക് അത് താഴോട്ട് വീണു. അപ്പത്തേക്കും ഞാൻ നോക്കിയപ്പോഴുള്ള വിച്ചു ഞങ്ങളുടെ ഫാനെ തല ഇടിച്ചെന്ന് തോന്നുന്നു. അമ്മാതിരി രീതിയിൽ ചാടി ഓടി. അറിയാലോ ഗൈസ് ആരാന്നുള്ളത്. എന്തായാലും ഇപ്പൊ ഞങ്ങള് പോകുന്നത് അഷ്ടമിച്ചിറക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് വിച്ചു എന്നൊക്കെ മേടിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു കേട്ടോ. 3-4 ദിവസമായി. ഹെയർ ഓയിലിന്റെ ഫോൺ ഞാൻ ഒരു വീഡിയോ ഒക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പൈസ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് സാധനം എല്ലാം റെഡിയാക്കി തരും. കാര്യം എൻ്റെ വാട്സപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്നെ ചാർജർ ജാനിക്കുട്ടി എവിടെയോ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്നില്ല. അപ്പോൾ ഒരു ചാർജർ മേടിക്കണം. കുറേ പരിപാടി ഉണ്ട് കേട്ടോ. കച്ചട്ട് നിന്നെ കച്ചട ഒരു കടിയുടെ ആവശ്യമുണ്ട്. എന്തിട്ട് വെച്ചു ഓർക്കില്ലേ? ഇത്ര നേരം കുറുക്ക കിടന്നിറങ്ങുന്നവർക്ക് അറിയാം ആളാണ്. സമ്മതിക്കില്ല. രണ്ടുപേരും കൂടെ എണീപ്പിക്കും.
വിച്ചു ഇന്ന് ഫുള്ള് നൊണയുടെയാണ് കേട്ടോ. ശരി ഗൈസ്, ഓക്കെ നമുക്ക് പിന്നെ കാണാം. ബൈ. ചാർജർ കിട്ടി. ഇനി നേരെ അടുത്തത് ഒരു പായസ കിറ്റ് മേടിക്കാനായിട്ടാണ് പോകുന്നത്. മേടിക്ക് നോക്കൂ. ഇതേ പോണ് ഓടാണ്. ഇപ്പൊ അരി എടുത്ത് അച്ചുവിന്റെ കിട്ടിയാരെ ഒരാൾ അരി എടുത്ത് വായിടാൻ വേണ്ടി ശ്രമിച്ചാട്ടോ. അപ്പൊ അച്ചു കൈയോടെ പൊക്കിക്കൊണ്ട് വായിലിട്ടില്ല. അപ്പൊ ഞങ്ങൾ പായസക്കിട്ട് ഒരെണ്ണം ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പൊ ഒരെണ്ണം മേടിച്ചാൽ മതി. ഇതല്ലേ വീട്ടിലുള്ള? അയ്യോ സേമിയയാണല്ലോ. പാലട അതാണോ വീട്ടിലിരിക്കുന്നത്? ഏതായാലും പോരെ. രണ്ടുകൂടെ മിക്സ് ആയ കുഴപ്പമുണ്ടോ? വേവ് പ്രശ്നം വരുമോ? ഓ എന്നാ ഇത് 2 പാക്കറ്റ് ഇപ്പൊ എടുക്ക്. നമുക്ക് അത് പിന്നെ ഒരു ദിവസം വെച്ച് കുടിക്കാം. ചൂനി ഈ ആവശ്യമില്ലാത്ത പോയി തോണ്ടല്ലേ. ദൈവത്തിന് പറഞ്ഞു പോര്. കഴിച്ചു അത് 2 എടുക്ക് വെച്ചെന്നാ. എന്നാ പോ. വണ്ടി വിടുവാനാണ്. എന്നാടോ എനിക്ക് എന്നാടോ പ്രോബ്ലം? ആൾക്ക് മുട്ടായി കിട്ടാതെ തന്നെ വിഷമം. അച്ചു വലിച്ചോണ്ട് പോവാട്ടോ കൊച്ചിനെ. കൊച്ചിന്റെ കൺട്രോള് പോയി മുട്ടായി കണ്ടിട്ട്. ചൂഷൊന്നും വേണ്ട. ചൂഷി അച്ചൊരു ചൂഷി കൊടുക്കച്ചു കൊച്ചിന്. വരുന്നവര് 3 ജാനിയുടെ തല തൊട്ടിട്ട് പോവാട്ടോ. ചേച്ചിയൊക്കെ തല പിടിച്ചിട്ട് പോകുന്നുണ്ട്. എന്നതാ വേണ്ടേ? ഏത് ശുശി വേണ്ടേ? ഞങ്ങള് പായസ കിറ്റ് മേടിച്ചു. അതുപോണക്കൊരു ഇതെന്നിട്ടാ എന്തോ ഒരു ജ്യൂസ് ഐറ്റം ആണ് കേട്ടോ. തിരിച്ചു ഇങ്ങനെ കണ്ണി കണ്ടതൊക്കെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കും. അപ്പോൾ ഒരു ജ്യൂസ് മേടിച്ചു. ഞങ്ങളിനി തിരിച്ച് നേരെ എന്നിട്ടാ കേക്ക് മേടിക്കാൻ വേണ്ടി പോവാം. കേക്ക് കൂടെ മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വിച്ചൂസ് വണ്ടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കേക്ക് ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. 2-3 പ്രാവശ്യം ഇവിടുന്ന് കേക്ക് മേടിച്ചപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ജാനിക്കുട്ടി കിട്ടിയ സാധനമായിട്ട് പോവാനുള്ളതിന് തങ്ങി നിന്ന് വായിൽ നോക്കിക്കൊണ്ടിരിക്കുക ഓരോ സാധനങ്ങൾ. അപ്പം ഇവിടുത്തെ കേക്ക് സൂപ്പറാണ് കേട്ടോ. അഷ്ടമിശ്രയിലെ ഏറ്റവും നല്ല കേക്ക് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. സാധനം കഴിച്ചിട്ടുണ്ടോ ഗൈസ്? അതുപോണൊരു വൃത്തിയായിട്ട സംഭവം ഞാൻ വേറെ തിന്നിട്ടില്ല. ഇവിടെ ഉള്ള കേക്കുകളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്. അതുപോലെ ഇതെന്തിട്ടാ ഇതെന്തോ ഒരു ഇല്ല അത് ഇതാണെന്ന് പറയാം. മാങ്കോടെ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ അവിടെ മറ്റേ റെഡ് വെൽവെറ്റോ 1 kg എടുത്തോ. തിന്ന് മരിക്കണം. അതോ ½ kg എടുത്താൽ മതിയോ? ½ kg ഷോകായി പോവല്ലേ? ഷോകായി പോവും. അതുകൊണ്ട് 1 kg ആണ്. 1 എടുക്കാം. ഓക്കെ എടുത്ത് വെച്ചു. എടുക്കാൻ പറ വെച്ചു. അത് മറ്റേ ബ്ലൂബെറിയുടെ ആണ് കേട്ടോ. ഏറ്റവും താഴെ ഇരിക്കുന്നത് ബ്ലൂബെറി കേക്ക്. എന്നെ കൊല്ലാൻ പോവാ. ആ മോതിരേ ഊരിയിട്ട് പറയണ ഇച്ചിരി കൂടെ വലുതാവണം. ആര് കേൾക്കാന്ന് എന്ത് ചെയ്യണ്ട. തല്ലിക്കൊന്നാ. ഞാൻ ഇന്നലെ ഒരു ഡയലോഗ് പറഞ്ഞില്ല എന്നാ വെച്ച്. ഞാനൊരു ഡയലോഗ് പറഞ്ഞാൽ ഞാൻ എന്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത് മനസ്സിൽ വെച്ച് ഞാൻ പൈസ ഉള്ളപ്പോൾ മേടിച്ചിരുന്ന ആ ഡയലോഗ് ഞാൻ തിരിച്ചെടുത്തു. ഞാനീ എന്തിന്റെയൊക്കെ പെട്ടി പൊട്ടിപ്പിക്കുന്നുണ്ട് ആ ചേട്ടനെ കൊണ്ട്. ദൈവം തമ്പുരാനറിയാം എന്തിട്ടൊക്കെയാണ്. അതെന്തിട്ടത്? അത് തിന്നാൻ കൊള്ളു വെച്ചു. അയ്യോ ജാനി, നീ ഞങ്ങളെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കരുത്. ഞാൻ അപ്പോഴും പറഞ്ഞ വെച്ചു സാധനത്തിൽ കൊണ്ട് 30 രൂപയോ? അമ്മേ ആ സാധനം ഇഷ്ടമേ ഇല്ല. ഒരു ടേസ്റ്റ് ഉള്ളത് ഇപ്പൊക്കെ ഇതൊക്കെ കിട്ടുള്ളൂ. കൈ വാവ്, താങ്ക് യു പറ. താങ്ക് യു. കൊച്ചിന് അവരൊരു മുട്ടായി കൊടുത്തിട്ട് അത് അച്ചു പിടിച്ച് കേട്ടോ. ഇവിടെ തിരക്കിന്റെ തിരക്കാണല്ലോ. ഇനി ജാനി അത് പൊക്കി നോക്കും. ജാനെ പിടിച്ചു വെച്ചു. ഫോൺ എടുത്തോളാൻ പറഞ്ഞോട്ടോ. വേഗം പൊക്കൊന്നാ. ബസ്സിൽ ആൾക്കാരുണ്ട്.
ഇവിടെ ഇറങ്ങ്. മനുഷ്യനൊരുമാതിരി പൊട്ടിയാക്കും. അതിനാ ജ്യൂസ് കുടിച്ചിട്ടേ പിടിച്ചാൽ അതുപോലെ കൈ തന്നു. ഞാൻ വിചാരിച്ചു അതിനകത്ത് ഉള്ളതായിരിക്കും. ഞാൻ പിടിച്ച അതിനകത്ത് ഒന്നുമില്ല. പോസ്റ്റായി ഞാൻ അതും പിടിച്ചോട്ട് നിൽക്കാം. പിന്നെ ഞാൻ കളയാനവിടെ സാഹചര്യം അപ്പൊ നീ അത് എന്റെ കൈ പിടിച്ചിട്ടല്ലേ പിടിച്ചേ? അത് അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ആ ഈട് ഒന്ന് വീണേന് കെട്ടിപ്പിടിച്ച് ഉമ്മ ഉടക്കല്, അമ്പ പറയല്, ചവിട്ടി നിലത്ത് ചവിട്ടി അമ്പ പറയല്, എന്തൊക്കെ ഡയലോഗാ. അതാരാ അതാ വരൂ വരൂ. അവിടെ ഇരുന്ന് ഹായ് പറഞ്ഞാൽ കാര്യം. മത്സ്യകന്യകയാണോ അത്? മത്സ്യകന്യക. ആ പേര് നിർത്തോ. വേറെ ലെവല തത്തമ്മ. അപ്പോ നമ്മുടെ പറയാനൊക്കെ അങ്ങോട്ട് വിട്ടുപോകണല്ല. നമ്മളെല്ലാവരും കൂടിയതിന്റെ ആ ഒരു രഹസ്യം എന്താന്ന് എല്ലാവർക്കും അറിയാം. ഇൻട്രോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, തംബ്നെയിലും കണ്ടിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പറയലില്ല, ചോദ്യമില്ല, വർത്താനില്ല. അപ്പൊ നേരെ 5 ആ 10 ഞങ്ങളെ കിളവന്മാരാക്കാനുള്ള പരിപാടിയാണ്. 10 ആ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോ ഞാൻ വിചാരിച്ചു അമ്മൂന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ദൈവമേ. ഞാൻ ഇന്നലെ എനിക്ക് ഓർമ്മ വേണ്ടേ, അങ്ങോട്ട് മാറിപ്പോയി. അതെ അതെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആരത് പൊട്ടിച്ചേ? ഇന്നലെ ഞാൻ വീഡിയോക്ക് എല്ലായിടത്ത് ഇവിടെ ഇരുന്നിട്ട് സൗണ്ട് എടുത്തിട്ട് ഞാനുണ്ടല്ലോ വെളിയിലിരുന്ന് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കണേ. കല്ലേലിരിക്കും അവിടെ. ഞാൻ നോക്കിയപ്പോഴേ സൗണ്ട് കേട്ടു വോയിസ് ഓവർ ഇടയ്ക്ക്. ഞാൻ ചാടി. നമ്മള് കല്ലേരിക്കണല്ലോ, ഒന്നാമത് പാമ്പും കൂടിയാ. എന്നിട്ട് ഉള്ള ഞാൻ കത്തിപ്പോയി. അപ്പൊ ഫാൻ നമ്മൾ ഇട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ടാവും. അല്ലാണ്ട് വേറെ പറ്റുക. അമ്മാതിരി ചൂടക്കായി. ഹലോ സാർ. ഇവിടെ ചേച്ചി അതിനേലും വലിയ കുട്ടികളിയാ സൈഡിൽ കൂടെ പോണ. ഉറങ്ങിയ തീവണ്ടി കളിക്കാൻ. എന്റെ സ്വാമിയെ, ഇതിലിപ്പോ ആരാ മുതുക്കന്മാര്, ഇതാരാ ചെറുപ്പക്കാര്? എന്തുവാണ് ഇത്? കെട്ടിപ്പിടിച്ച് മുമ്പ് വെച്ച് കളിക്കുന്നോ? എന്താ അപ്പൊ എല്ലാം കൂടെ അടുക്കളയില് കേക്ക് എടുക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ക്യാമറമാനായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ ആയതുകൊണ്ട് വിച്ചുവിന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പൊ നമ്മൾ തന്നെ ഇന്ന് വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് മാറി മാറി ഓരോരുത്തർക്ക് ക്യാമറ പിടിച്ചെടുക്കാം അല്ലേ. ഭയങ്കര ചൂടാണ് ഗൈസ്, നിൽക്കാൻ പറ്റില്ല. ബ്ലാക്കും കൂടി ഇട്ടിട്ട് പോക്കഞ്ഞ് ഞാൻ ചത്ത്. അവിടെ വാചകടി അതോ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വാചകടി നന്നായിട്ട് നടക്കുന്നുണ്ട്. കിയ ഒരു കാറിന്റെ പേരില്ലേ? ആ കാറ് കിയ. താ അങ്കൻവാടി പോയാ? ആ, എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? പഠിപ്പിച്ചാ? ആയി പഠിപ്പിച്ചോ? ABCD പഠിപ്പിച്ചോ? എല്ലാം പഠിപ്പിച്ചോട്ടോ. കൊച്ചെല്ലാം പഠിച്ച് പാസ്സായി. കേക്ക് അതിനാണോ കിയാന്ന് പറഞ്ഞു പറഞ്ഞേ? എന്നെ വിളിക്കാനാട്ടോ അങ്ങോട്ട് ചെല്ലാൻ. ഡിസ്കസ് ചെയ്ത് വരട്ടെ എന്ന്. പായു ഇന്നെങ്ങാനും കാര്യത്തിനുള്ള തീരുമാനം ഉണ്ടാവോ? എല്ലാം നടക്കും. അടുത്ത ഓരോന്നോരോന്ന് വരുന്നുണ്ട്. വലുതുങ്ങളെയാണ് കാണാത്തത്. അനക്കം വെച്ചിട്ടുണ്ട് ഗൈസ്.
വെച്ച് പാടാ ശിവരാത്രി മനസ്സ് കൊണ്ട് നേടാം ആശംസ. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി. വലിയ കേക്ക് ഒന്നും ഇവിടെ, ചെറിയൊരു കേക്ക്. അതിൽ നമ്മൾ എഴുതിയുണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്നാണ് എഴുതിക്കണേ. വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞാണ് വേറെ എഴുതാ, നീ വിച്ച് സമ്മതിച്ചില്ല. എഴുതിക്കോളെ ചേച്ചി, ഞങ്ങളത് കൊടുക്ക. ചേച്ചി ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ബുദ്ധികളോട് ചിന്തിച്ചു. ആ വയ്ക്കണോ? ഇവിടെ രണ്ടെണ്ണം തോണ്ടാൻ വേണ്ടി എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കണേ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാലോ. അപ്പൊ ഞാൻ വേണ്ടേ? ഓക്കെ, ചേച്ചിയുടെ ക്യാമറ സെറ്റ് ആക്കി കൊടുത്ത. അതെ, പകരം ഞാൻ കെട്ടിയതാ മതി. അത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയേഴ്സ്. അടുത്ത കൊല്ലം വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കാൻ പറ്റട്ടെ. അയ്യോ, വലിയ വായ അമ്മുന്റെ. ഇതിപ്പോ തന്നെ തീരുന്നതായിരിക്കും ഗൈസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരു പീസ് അങ്ങോട്ട് കൊടുത്തേ, അവര് തിന്നോട്ടെ. അതെ, അച്ഛാ ബഹുത്ത് അച്ഛാ. ഓ, ഞാനിവിടെ പിടിക്കല്ലേ? കേക്ക് കുഴപ്പമില്ല അല്ലേ, ടേസ്റ്റ് ഉണ്ട് അല്ലേ? കേക്ക് നമ്മളെ ഇഷ്ടം പറയുന്നു മോഡിന്ന്. ആ, മോഡി ബാക്ക് സ്വീറ്റ് പാർലർ. യെസ്, അത് തന്നെ. നമ്മൾ കട്ട് ചെയ്യുന്നൊന്നുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം പിള്ളേരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ, അതെ അതെ. ആള് മാറിപ്പോയി, രണ്ടാമത് തത്തമ്മയ്ക്ക് കൊടുത്തേ. മറ്റേ പാട്ടുണ്ടായില്ല അച്ഛാ, അടിപൊളി കേക്കാണ്, ഒന്നും പറയാനില്ല. അതെ, അപാര ടേസ്റ്റ്. സ്ഥലമില്ല, ബാക്കിലും മുടിയുമൊക്കെ. അപ്പൊ നല്ല ഈ ഒരു പാട്ട് ആലപിച്ച് തന്നതിന് താങ്ക്സ് അച്ഛാ, അമ്മു. ആ, അതെ അതെ അതെ, അതെ അതെ. ഇതെന്തുവാടേ, ഇല്ല കഴിച്ചോട്ടെ, പിള്ളേര് കഴിച്ചോട്ടെ. ആ, കേറ്റിരുത്ത് അതിനവിടെ. ആ, എന്നിട്ട് കേറ്. അപ്പൊ നമ്മൾ ഈ കേക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കട്ടെ കേട്ടാ, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള കാര്യങ്ങൾ. ആ, കോളാവും. ജ്യൂസ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അത് മൊത്തം കൂടെ മേളുഭാഗം മാത്രം കാർന്നു തിന്നു ഗൈസ്. അപ്പൊ അത് കട്ട് ചെയ്യട്ടെ, അളിയനൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ജാനിക്കുട്ടിക്ക് ഡെസ്കിൽ കയറി ഇരിക്കാൻ പറ്റാത്തതിന്റെ വിഷമാണ്. നടുക്ക് കയറിയിരുന്നോ, സമാധാനാവട്ടെ. ഇനി അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഐഡിയാണേ. അപ്പൊ അവരവിടെ ഇരിക്കട്ടെ, 3 പേരും. സ്നേഹിക്കുന്ന നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും നമ്മുടെ ബാക്കി കേക്ക് നമ്മൾ തരുക, കൂടുതൽ എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അവർക്കും കൂടെ. അപ്പൊ നമ്മളിത് പിള്ളേർക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിള്ളേർ ഇവിടെ കലാപാക്കും. നോക്കി എന്ത് ഡീസന്റ് ആയിട്ട് കേറിയിരിക്കുന്നെന്ന് നോക്കി പിള്ളേര്. ആ, ഭയങ്കര വർത്താനം പറഞ്ഞ് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ചൂനട
കിട്ടാണ്ട് ഏത് തോട്ടിക്കൊണ്ടിരിക്കുന്നു. 3 പേർക്കും കേക്കൊക്കെ ഇവിടെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അമ്മ സ്പൂണ് ഒരാള് ടീസ്പൂൺ ചോദിച്ചാൽ പിന്നെ ബാക്കിയുള്ള എല്ലാവരും ചോദിക്കട്ടോ. ജാനി കയ്യിലൊക്കെ ഇച്ചിരിയെ പറ്റിക്കുള്ളൂ കേട്ടോ. കാര്യം ജാനി അറപ്പിന്റെ ആളാണ്, പെട്ടെന്ന് തന്നെ കൈ കഴുകുക എന്നുള്ള ടെൻഡൻസി ഉള്ള ഒരാളാണ് കേട്ടോ ജാനി. ഒരു വിരൽ വെച്ചൊക്കെ തിന്നുള്ളൂ ആശാൻ. എന്തൊക്കെ സംഭവിച്ചല്ലോ, ഞാൻ വന്ന് ജോയിൻ ചെയ്തതേക്ക് ഇവിടെ കഴിഞ്ഞു ഗൈസ്. എന്താണ് ആ എനിക്ക് വേണ്ടല്ലോ വെച്ചു. ആ നടന്നാൽ പുലരി മഴ പൂഞ്ചലിയിൽ കിന്നാരം. ഗൈസ് ഇവിടെ ഇപ്പൊ ഇത്രോ നേരം തുള്ളുവായിരുന്നു കേട്ടോ ഇവിടെ. ആ ഞാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതും കൂടെ ചെയ്യണം. നമ്മുടെ ഗിഫ്റ്റ് തത്തുമ്മ ചേച്ചി ഒന്ന് ഫോൺ വിളിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തില് അമ്മൂസിന് കൊടുക്കാനായിട്ട് എന്റെ കയ്യില് ഒന്നുമില്ല എപ്പോഴും അങ്ങനെ. ചെറിയൊരു കേക്ക് മേടിച്ചു. ഇപ്പൊ നമ്മ ഇത്തിരി ടൈറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യണില്ല. അതെ, നമ്മുടെ ഇത്തിരി ടൈറ്റിലായതുകൊണ്ട് ഇത്തിരി ടൈറ്റാ. അറിയാലോ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്കകത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇത്തിരി ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഇത്തിരി ടൈറ്റാണ്. അപ്പൊ അതേ പിന്നെ നമുക്കൊന്നും ചെയ്യാനോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒന്നും എത്തിച്ച് പിടിക്കാനായിട്ടുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും ഒത്തില്ല. അപ്പൊ പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹഗ് തരാം. ഇത്രയേ ഉള്ളൂ എന്റെ കയ്യില്, വേറെ ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും സന്തോഷം, ഒരു മുട്ടായി തന്നാലും സന്തോഷം. അപ്പൊ ഇന്ന് എന്നെ കൊണ്ടുപോയി എനിക്ക് ഇന്നലെ ഞാൻ ഒരു സിനിമ കാണിക്കാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആഗ്രഹമുള്ള സ്ഥലമാട്ടോ ഡി സിനിമാസിൽ പോയി കാണുന്നത്. ഞാൻ അത്ര വലിയ തിയേറ്ററിൽ ഇന്നുവരെ കയറില്ല. എന്റെ ലൈഫിൽ ആദ്യമായിരുന്നു അത്ര വലിയ തിയേറ്ററിൽ കയറുന്നത്. അപ്പം താങ്ക് യു. അപ്പൊ ഞാൻ എന്തായാലും വിച്ചുവിന് ഈ പ്രാവശ്യം ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി കണ്ടത് അതാ ഞാൻ വലിയ ഡിമാൻഡ് ഇടാണ്ട് അങ്ങ് സംസാരിച്ചത് കേട്ടോ. ഇത് എന്തത്? ഓ എന്തോ എന്തോ ഉണ്ടല്ലോ. മൈ ഗോഡ്നെസ്, ഇടിവള. ഇടിവളയുടെ കുറവുണ്ട് എനിക്ക്. അതിട്ടോടാ, ആ വള മാറ്റണ്ട. അത് ഞളങ്ങാണ്ടിരിക്കാനുള്ള വളയാ അതിന്റെ ഉള്ളില്. അതല്ലേ, പക്ഷെ അത് എനിക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് എങ്ങനെയാ അളവെടുത്തത്? ഉറങ്ങി കിടന്നപ്പോഴാ? അല്ലല്ല, ഞാൻ ആ ജ്വല്ലറിയിലെ ചെറുക്കൻ കൊച്ചില്ല, നമ്മുടെ എന്താ പറയാ മഹാബലി ജ്വല്ലറിയിലെ മോന്റെ അളവെടുത്ത് പണിപ്പിച്ചാണ് കേട്ടോ. ബെസ്റ്റായി. പക്ഷെ അത് ഇച്ചിരി കുഞ്ഞു കൊച്ചല്ലേ, ഇച്ചിരി ടൈറ്റ് ആയിട്ട് കിടക്കുന്നതാ നല്ലത്. ലൂസ് ആയിട്ട് എടുക്കുന്നേ. വാ 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 വാ. കണ്ണ് തള്ളിയിരിക്കരുത്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റണില്ല. അമ്മ ഉത്സവത്തിന് ആ പള്ളി പെരുന്നാളിന് തല്ലുണ്ടെങ്കിൽ ദൂക്കിട്ട് ഇത് ഊരണെങ്കിൽ വിച്ചു വെറുതെ പറയുന്നതാണ് ഗൈസ്. എവിടെയെങ്കിലും തല്ല് കണ്ടു കഴിഞ്ഞാ പിന്നെ വിച്ചിനെ മാഷിട്ട് നോക്കിയാ കണ്ടില്ല. ഇത് ഊരുമ്പളേക്കും സമയം 1/2 മണിക്കൂർ പിടിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. സൂപ്പർ ആയിട്ടോ, അടിപൊളി ഗിഫ്റ്റ്. അല്ല കേട്ടോ, ഞാനിത് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ വേണ്ട, ഒരാളിവിടെ 3 പവന്റെ ഇടിവള പണിയാമ്പോണ്ടായി പ്രാവർത്തികത്തില് വന്നിട്ടില്ല. സംഭവം എങ്ങനെ ഉണ്ടായില്ല? അടിപൊളിയല്ലേ? അടിപൊളിയാ. ഇപ്പൊ ഇത് മറ്റേ വള മേടിക്കുന്ന മിനിമം ഒരു 2 കോടിയെങ്കിലും ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? 1 ലക്ഷത്തിന് വെളിയിൽ പോകും. ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്റെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു ഓൾറെഡി, അത് വർഷങ്ങൾ പഴക്കമുള്ള കേട്ടോ. അപ്പൊ അത് ഞാൻ
പണ്ടെങ്ങാണ്ട് പറഞ്ഞത്, ഇപ്പൊ എന്നല്ല പണ്ട് പറഞ്ഞതാ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നോട് ആരായാലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്റെ മൈൻഡിൽ അത് ഉണ്ടാവും. അപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ ഞാൻ ഓർത്തിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അത് നേടിയെടുക്കുന്നവരെ എനിക്ക് അതൊരു വാശിയാണ്, നേടിയെടുക്കണം എടുക്കണം എടുക്കണം എന്നുള്ളത്. തന്നെ കണ്ടേക്കണം. ചെയിൻ ആയതുകൊണ്ട് ആൾ അധികം ഇടത്തില്ലായിരുന്നു കേട്ടോ, അവർക്ക് മടിയായിരുന്നു. അപ്പം ഇത് ഡെയിലി ഇങ്ങനെ കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഗോൾഡൊക്കെ ചെറിയ ചെറിയ ഗോൾഡ് എല്ലാ സാധനവും ഊരി വയ്ക്കും. ഈ പ്രാവശ്യം ഞാൻ അറിഞ്ഞു തന്നെയാണ് മോതിരവും ഈ സാധനവും കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഊരി അടിയാണ് ഊരാൻ കിട്ടില്ല, അവിടെ ടൈറ്റ് എടുക്കുവാണ്. അപ്പൊ വളരെ സന്തോഷമുണ്ട്, താങ്ക് യു. ഇതുപോലെ ഇനി അടുത്ത കൊല്ലം പ്രതീക്ഷിക്കുന്നു. അപ്പൊ അപ്പൊ ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്നും കൊടുക്കാനായിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടൈറ്റ് ആയിരുന്നു. സമ്പാദ്യം എന്ന് പറയുന്നത് ചെറിയൊരു സമ്പാദ്യം മാത്രമേ ഉണ്ടായുള്ളൂ, അത് വെച്ച് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ചെറിയൊരു സമ്മാനം ഞാൻ പറഞ്ഞു മോതിരം മേടിച്ചു 4 പേരുടെ തേക്കാറുണ്ട്. മഹാബലി അതെ ഏലസ് എനിക്ക് താലിയിലൂടെ മേടിച്ചിടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ. കാണാമില്ല. ഞാൻ ഇച്ചിരി മുഴുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഡയലോഗ് എന്റെയാണ് കേട്ടോ, അത് അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഞാൻ മുഴുത്തല്ലോ. എന്നാലും എനിക്കറിയാലോ എന്തെങ്കിലും മേടിച്ചു തരുന്ന കാര്യം ഇങ്ങനെ സൂചന തരും കേട്ടോ, പക്ഷെ എന്നാന്ന് പറയത്തില്ല. അപ്പൊ എനിക്കറിയാം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല. അതാ ഞാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മൈൻഡൊക്കെ റിലാക്സ് ചെയ്തെന്നാണ് എന്തായാലും ഞാൻ ഇട്ടിട്ട് സെക്കൻഡ്സുകൾ കൊണ്ട് ആള് ലോക്കറ്റ് മാറി. നല്ല ഭംഗിയുണ്ട്, നല്ല ഇടുപ്പായുണ്ട് കാണാനായിട്ട്, അടിപൊളിയുണ്ട്. ഒരു രക്ഷയില്ല വേറെ. മോതിരം അല്ലെങ്കിൽ അതെ അതെ സൂപ്പറായുണ്ട്, പൊളിച്ചു. നോക്കാൻ പറ്റില്ല. അവിടുത്തെ എനിക്ക് വേണ്ടി എന്റെ നാത്തൂൻ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഇപ്പൊ ആലപിച്ചിരുന്നു, അതുകൊണ്ട് അന്നങ്ങൾ ആലപിച്ചോളൂ. പാടിയോ പാടിയോ. വിച്ചുവിന്റെ ഉണ്ട് ഉടനെ തന്നെ. കൊളമാക്കണോ അത്, കൊളമാക്കണോ അത്. എന്റെ വാഴത്തുമ്പത്തുണ്ടായി മറ്റേ പാട്ട് പാടാം. പാടുന്ന സൈഡിൽ കൂടെ പഠിക്കാം. കഞ്ചിമ്മിയോ കാറ്റായി വരും കാൽത്താളം കൊമ്പിൻ കൈമാറും മോഹങ്ങളിൽ എന്നും നിന്നിൽ പൊന്നും പൊന്നും പൊന്നായി കാത്തോളാം എന്നും ഉണ്ടാവില്ലേ കനവറിയാതേതോ കിനാവ് പോലെ മനമറിയാതെ പാടിയ മനസരസോരം താങ്ക് യു. ഞാനേ
ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാറുണ്ട് പിള്ളേരെ മൂന്ന് വീടിടിഞ്ഞ് വീഴാലോ പിള്ളേരെ മൂന്ന് ആ ടേബിളിനടി കയറിയിരിക്കുന്നു. ഒരു രക്ഷയില്ലാട്ടോ. നമ്മൾ ഫാൻ ഇടുന്നത് സൗണ്ട് ചിലപ്പോൾ ഉണ്ടാകായിരിക്കും. നമ്മൾ മാക്സിമം സൗണ്ട് കൂടുക. ചൂട് നിങ്ങൾക്ക് അറിയാലോ. രക്ഷയില്ലാത്ത ചൂട്. ഈ പാട്ട് വിച്ചൂസ് ഉണ്ടല്ലോ എനിക്ക് ഒരിക്കൽ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് കേട്ടോ എന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നെ. നേരിട്ട് കണ്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എടാ വിച്ചൂസേ ആ വരി ആരുണ്ടാക്കിയതാ സത്യം പറ. ഞാൻ എടാ കൊള്ളാം. വിച്ചൂരസ് എനിക്ക് വോയിസ് നോട്ട് അയച്ചോട്ടെ ചേച്ചി. നിന്നെ ഒരു നോക്കി കണ്ടാലോ ദിനമങ്ങ് തന്നെയോ. അന്നേരം ഞാൻ റിപ്പീറ്റ് അയച്ച ഡയലോഗാണ് ആശാനുഭവ പാടിയത്. ആ ദിനമങ്ങ് പോകും. അപ്പൊ അമ്മ ഇവിടെ ഇരയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇങ്ങോട്ട് കിട്ടി ഫുഡ് കഴിക്കാൻ വെയിറ്റിംഗ്. ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ചെറിയ ചെറിയ ഫുഡുകൾ, ചോറ്, ഇറച്ചിക്കറി, നിസ്സാര കാര്യങ്ങൾ. ഒരു അത്ര ഇരുന്ന് കഴിക്കുന്നു അത്രേ ഉള്ളൂ. അതിലാണ് സന്തോഷം. ഫുഡ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിലല്ല. അതെ ഓക്കെ. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചേച്ചി ശരി. അപ്പൊ ഓക്കെ. ജാനി എവിടെ? അമ്മയുടെ കുഞ്ഞെവിടെ? ആ അയ്യോ അമ്മ കുഞ്ഞിനാണ്. ആ കിട്ടിപ്പോയേ. നമുക്ക് രണ്ടുപേർക്കോ? ദൈവമേ ആദ്യമായിട്ടാ വിച്ച് ഇങ്ങനൊരു വാക്ക് പറഞ്ഞത്. എനിക്ക് ചത്താനും വേണ്ടില്ല. ആ മറ്റേ ഇല ഇട്ട് കൊടുക്കാൻ, അല്ല പായ ഇട്ട് കൊടുക്കാനോ? ആ ഓക്കെ ഓക്കെ. ആ കൊന്ന് കഴിഞ്ഞ്. ആണോ? അപ്പൊ ആരുടെ കല്യാണ വാർഷികം ഇന്ന് ശരിക്കും? വിച്ചു നമ്മുടെ ആണോ നിങ്ങളുടെ മൂന്നിന്റെ ആണോ? അപ്പൊ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. വിഷുവിന് ഇരുന്ന പോണക്ക് തന്നെ അതെ ഇപ്പൊ ഇവിടെ പിള്ളേരെയൊക്കെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തി കുഞ്ഞു കാര്യം ആ ഇല വേണ്ടാന്നോ? ഈ ഇല ഇല്ല ദൈവമേ. അപ്പൊ ഉണ്ണിപ്പെണ്ണുങ്ങളെല്ലാം ചോറുണ്ണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നല്ല ഡീസന്റ് ഗേളുകളായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്തോണോ കീറിയോ? ആ ഇല കീറിപ്പോയോ? ആ അത് കീറിപ്പോയെന്നാട്ടോ കൊച്ചു പറഞ്ഞേ. കൊച്ചിന് കറി വന്നാലേ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ കേട്ടോ. ആ ഹായ് ചിക്കു ആന്റി ഇട ആന്റി. കൊച്ചിന്റെ ക്ഷമ നശിച്ച്. ആന്റി പീസ് ആന്റി ഇട ആന്റി ഒരു കഷ്ണം. ആരാ വന്നേക്കുന്നത്? ചേട്ടാ ഒരാള് ഒരു കൈ വെച്ച് പിടിച്ച് ഇപ്പുറത്തെ കൈ വെച്ച് വലിച്ചു വെച്ചാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പൊ ഇവര് മൂന്നുപേരും ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. അച്ഛനും അളിയനും ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് അല്ല ഡീലല്ലേ? ഓക്കെ പൊളിച്ച്. ആ കൈയിട്ട് വരത്തിനാന്ന് മതി. കഴിച്ചോ? മതി അത് മതി. കഴിക്കാനൊന്നും അല്ലല്ലോ. ഈ കാട്ടായം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കഴിക്കുന്നു തോന്നുന്നു. മൂന്നെണ്ണത്തിന്റെ കണ്ണ് മറ്റുള്ളവരുടെ ഇലയിലാണ് കേട്ടോ. അവനവന്റെ ഇലയിലുണ്ടേലും ആ അവിടെ കൂടുതലുണ്ടോ ഇവിടെ കുറവുണ്ടോ? വേണ്ട കഴിക്കാനൊന്നും അല്ല വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയാണ്. സമയം എന്തായി? 8:10. എന്തിനാ ടാറ്റ തന്നേ? ക്യാമറ ഓഫ് ആക്കി ഒരാൾ ടാറ്റ തന്നേട്ടോ. പാപ്പുവോ? പാപ്പുവിനെ ഓർമ്മ വന്നു. കൊച്ചിന് കള്ളത്തീറ്റ ഫുള്ള് മേടിച്ചു കൊടുക്കുന്ന പാപ്പുവാണ്. അപ്പൊ അതിന് ഓർമ്മ വരും. വന്നില്ലല്ലോ അതിശയുള്ളൂ അല്ലേ ജാനി? വിച്ചു കൈ അങ്ങ് തിളങ്ങിക്കാണല്ലോ. ഇനി കൈ കൊണ്ടായിരിക്കും എല്ലാ പരിപാടി. ഓക്കെ. അപ്പം അമ്മ അച്ഛനും അളിയനോടുള്ള ഫുഡൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാം. കാട്ടിക്കൂട്ടണ നിങ്ങള്. ശരി അത് നല്ലൊരു ഞങ്ങൾ നല്ലൊരു ഡാൻസ് കളിച്ചു കഴിച്ചു.
അതെല്ലാം നമ്മുടെ 3 പേരുടെ സ്റ്റെപ്പൊക്കെ ക്യാമറ ഓൺ ആയിരുന്നില്ല. അതാണ് ഞങ്ങളുടെ വക. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ആ ലോക്കറ്റെ. ആ സൂപ്പർ ആയിട്ടുണ്ട്. ആ നിനത് അങ്ങനത്തെ ഒരു ഗമ അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. പക്ഷെ സൂപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്ക് നോക്ക് എങ്ങനെ നോക്ക്. ഇല്ലേ അമ്മയുടെ അമ്മുന്റെ ചീർപ്പ് അതായിരുന്നു സ്റ്റെപ്പ്. പക്ഷെ പരിപാടി ഡ്രസ്സൊക്കെ നൂരിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം. കുളിക്കണം കഴിച്ചത്ത് വിയർത്ത് നാറി ആകെ മതി മതി ചൂരടിക്കുന്നു പെണ്ണ് എന്നുള്ള അവസ്ഥയായി. ഇവിടെ ഓരോ നാട്ടിൽ ഓരോ വ്യത്യാസമാണ്. ജാനി ഇവിടെ 3 എണ്ണം കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡൊക്കെ പിറ്റേഴ്സ് കഴുകിയിട്ടുണ്ടെങ്കിൽ 2 ലോഡ് ചെടി അതിനകത്ത് കിട്ടി. ആ ഒരു സെറ്റപ്പ് ആവും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മളാൽ പറ്റുന്ന രീതിയില് അടിപൊളിയാക്കിയിട്ടുണ്ട്. ആഘോഷിച്ചു. വിച്ചൂസിന് സന്തോഷം. വിച്ചൂസ് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2 പേരുടെ ക്യാമറയ്ക്കകത്ത് വന്നിട്ടുള്ള ഗിഫ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അന്നേരം ഒരു കണ്ടില്ല തന്നെ തന്നിട്ടുണ്ട്. അടിപൊളി സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല. വിചാരിക്കാത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഭയങ്കര വലിയ സർപ്രൈസിങ് ആവുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മോതിരം നിന്നപ്പോ ഞാൻ പറഞ്ഞു ഇതുക്കുമില്ല. എന്നിട്ട് ഒരു ആശയം മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നീ ഇപ്പൊ അവിടുന്ന് വന്നില്ലേ, അവിടുന്ന് വന്നപ്പോ കയ്യിൽ എന്താ ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ പെട്ടെന്ന് മറച്ചു വെക്കുന്ന കാര്യം വിട്ടുപോയിട്ട് ഞാൻ അവിടെയാ കൊണ്ടുവച്ചത്. അപ്പൊ വലിയ ശ്രദ്ധ പോയില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ എഡിറ്റ് വന്നപ്പോ വിച്ചു ചോദിച്ചോട്ടോ എന്നിട്ടാടാ നീ ഇതിനകത്ത് എന്താ വലിയ ഇതൊക്കെ മേലെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അയ്യോ പണിയായോ എന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ മനസ്സിലായൊന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. അവിടെ 2 പേരും കൂടെ കളിയാണ്. കമ്മിത്തല്ല് കൂട്ടത്തല്ല്. പിന്നെ ഞാനും ചൂരെ ഒരു പോണത്തെ ഡ്രസ്സൊക്കെയാണ്. ഈ പാവാട വർഷങ്ങളാണ് 5 വർഷം ഇങ്ങനത്തെ ഒരു സംഭവം തയ്ച്ചാറുണ്ട്. ഇത് ഉപകാരമായി. അതെ അതെ. ജാനിക്കുട്ടിക്ക് ചേച്ചിക്കുട്ടി മേടിച്ചു കൊടുത്ത പാവാട ഞാൻ തയ്പ്പിച്ച ടോപ്പ്. ഇന്ന് മൂക്കൊക്കെ പോയി ഇടിക്കൂട്ടോ. അപ്പൊ എന്തായാലും എന്റെ ലോകത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. ഉയർത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. എന്താ വെച്ചു നടുവിന് കൈ പിടിച്ചിരിക്കണ വലിയ മദ്ദളം എടുത്ത് പൊക്കിയതാ. ആ മദ്ദളം നിങ്ങക്ക് വൈൻഡപ്പില് കാണാൻ കുളിച്ചില്ല. എവിടെ മാലയൊക്കെ എന്ത് 2 പേരുടെ ഇപ്പൊ മോഡേൺ ആണ് കേട്ടോ. മാല ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അമ്മതേ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് പറഞ്ഞ പോലെ ഞങ്ങളൊരു ഇലയില് കഴിക്കാന്ന് വിചാരിച്ചു. അതേ മോശം കഴിക്കല്ലേ? എന്നാ കഴിച്ചോ. തകർത്തു വന്ന ഉപ്പിട്ടില്ല. ഉപ്പിടന്നാ ഫുള്ളാവട്ടെ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഒന്നും എടുക്കുന്നില്ല. ഇനി തന്നെ ഫുഡ് അടി. ഇതേ കോഴിയുണ്ട്, ഒരു മീൻ വറുത്തതുണ്ട്, ചക്കുപ്പേരി ഉണ്ട്, മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പായസം ഉണ്ട്. ഓക്കെ. കഴിഞ്ഞിട്ട് പപ്പടം ഉണ്ട്, മാങ്ങ ഉണ്ട്, അച്ചാറുണ്ട്. അപ്പൊ ഓക്കെ. അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നത്. അടുത്ത ജന്മത്തിൽ ഞാൻ ഇത്തിരി ഹൈറ്റ് വെച്ചു. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഹൈറ്റായില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വേഗം പോയിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി ഇടിച്ചു പിടിച്ചേക്കാം. പുതിയൊരു വീഡിയോ എല്ലാവർക്കും